തിരുവനന്തപുരം ശ്രീകാര്യത്ത് മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞതിൽ കോൺഗ്രസ് നേതാവ് ചേന്തി അനിൽ കസ്റ്റഡിയിൽ. ശ്രീകാര്യം പോലീസാണ് അർദ്ധരാത്രി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അർദ്ധരാത്രി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കേസ് പോയത്. തീർച്ചയായും ലിനിഷ, ഇന്നലെ വൈകിട്ടാണ് നാടകീയമായ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്പഴന്തിയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനിടയിലാണ് ചേന്തി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തുന്നത്. പ്രാദേശികമായിട്ടുള്ള പരിപാടിയിൽ, ഈ ചേന്തിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞത്. ശേഷം മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങുകയും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തർക്കം വരികയും മുഖ്യമന്ത്രിയോട് ഈ ചേന്തി അനിലടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി പെരുമാറുകയും ചെയ്തു. പിന്നീടാണ് ശ്രീകാര്യം പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി ചേന്തി അനിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുത്തത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് FIR ഇട്ടത്. ശേഷം ഇന്നലെ തന്നെ ചേന്തി അനിലിനെ ശ്രീകാര്യം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ അദ്ദേഹം ശ്രീകാര്യം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തീകരിച്ചിട്ടാണ് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ 3 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ നേരം പുലർന്നതിന് ശേഷം വിട്ടയക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ലിനിഷ. ഹാൻസ്, ഇതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ എത്തുകയും അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി തന്നെ കാറിൽ നിന്നും ഇറങ്ങി നേരിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഇതിപ്പോൾ കോൺഗ്രസുകാർ തന്നെ ഉണ്ടായ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പ്രശ്നമല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി. ലിനിഷ, മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂളിൽ ഇന്നലെ ഈ പരിപാടി ഉണ്ടായിരുന്നില്ല. 2 പരിപാടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെമ്പഴന്തിയിലെ പരിപാടിയായിരുന്നു അവസാനത്തെ പരിപാടി. അതിനു മുൻപ് അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടി പാളയം സെനറ്റ് ഹാളിൽ വെച്ചുണ്ടായിരുന്നു. അതിനുശേഷം ചെമ്പഴന്തിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ചേന്തിയിലെ ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ള ആരോപണമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, പ്രധാനമായും ചേന്തി അനിലിന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. പക്ഷേ ഷെഡ്യൂളിൽ ഇല്ലാത്ത പരിപാടി ആയതിനാൽ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. പക്ഷേ ചേന്തിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിയപ്പോൾ കൈകാണിച്ച് ഇവർ നിർത്തി. ചെമ്പഴന്തിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ സംഭവം നടന്നത്. പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി പ്രവർത്തകരോട് കയർത്തു, മാന്യമായി സംസാരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷേ തിരിച്ച് ചേന്തി അനിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചേന്തി അനിൽ ചോദിച്ചത്. ഇതിന്റെ അടക്കം ദൃശ്യങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വരികയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി ശുഭിതനായി സംസാരിച്ചതിന് പിന്നാലെയാണ് തന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായത് എന്നാണ് ചേന്തി അനിൽ പറഞ്ഞത്. പരിപാടി മുഖ്യമന്ത്രിയെ നേരത്തെ അറിയിച്ചതായിരുന്നു. ഗ്രൂപ്പ് പോര് മൂലമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത്. തൊട്ടടുത്ത സ്വകാര്യ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ട് പോലും ചേന്തിയിലെ പരിപാടിയിലേക്ക് വന്നില്ല. ആളുകൾ കൈകാണിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി നിർത്തിയത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തങ്ങളടക്കമുള്ള പ്രാദേശിക നേതാക്കൾ തടഞ്ഞതല്ല എന്നാണ് ചേന്തി അനിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിനിടെ മുഖ്യമന്ത്രിയുടെ ജോലി തടസ്സപ്പെടുത്തി, ഒപ്പം തന്നെ അപമര്യാദയെ പെരുമാറി തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീകാര്യം പോലീസ് കേസെടുത്തത്. കാരണം ആ ദൃശ്യങ്ങളിലടക്കം മുഖ്യമന്ത്രിയോട് ചേന്തി അനിൽ അപമര്യാദയെ പെരുമാറുന്നത് പുറത്തു വന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് 3 വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്നതും പിഴ ചുമത്താവുന്നതുമായിട്ടുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, കണ്ടാലറിയാവുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചേന്തി അനിലിന്റെ പേര് മാത്രമാണ് നിലവിൽ FIR ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അർദ്ധരാത്രി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ലിനിഷ. ശരി, എന്തായാലും ഷെഡ്യൂളിൽ ഇല്ലാത്ത പരിപാടിയെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയോട് പെരുമാറിയതിലുള്ള വിശദാംശങ്ങൾ, ജോലി തടസ്സപ്പെടുത്തിയതിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത്തരത്തിലൊരു കേസാണ് ചേന്തി അനിലിനെതിരെ എടുത്തത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ചേന്തി അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.